Today I am discussing the topic double-ended queue. Double-ended queue means it is a type of queue. അപ്പോൾ എന്താണ് ക്യൂ, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്നൊക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ സർക്കുലർ ക്യൂവിനെ കുറിച്ചും പ്രീവിയസ് വീഡിയോയിൽ പറയുന്നുണ്ട്. അനദർ ടൈപ്പ് ഓഫ് ക്യൂ ഈസ് double-ended queue. It is similar like a normal queue, but the insertion and deletion are done through the both ends. അപ്പോൾ നമുക്ക് നോർമൽ ക്യൂ പോലെ തന്നെയാണ്, പക്ഷേ ഇതിനും രണ്ട് എൻഡ് ഉണ്ട്. ബട്ട് നമുക്ക് ഇൻസേഷൻ ആൻഡ് ഡിലീഷൻ രണ്ട് എൻഡിലൂടെയും പോസിബിൾ ആവുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യൂ ആണ് double-ended ക്യൂ. അപ്പോൾ അതാണ് ഫിഗറിൽ കാണിച്ചേക്കുന്നത്. ഇൻസേഷൻ ആൻഡ് ഡിലീഷൻ ഓപ്പറേഷൻ ഡൺ ത്രൂ ബോത്ത് എൻഡ്സ്. ബോത്ത് എൻഡ്സ് മീൻസ് റെയർ എൻഡ് ആൻഡ് ഫ്രണ്ട് എൻഡ്. ഇപ്പോൾ ഒരു ക്യൂവിൻ്റെ രണ്ട് എൻഡുകളാണ് റെയർ ആൻഡ് ഫ്രണ്ട് എൻഡ്. ഇപ്പോൾ നോർമൽ ക്യൂവിൽ ഇൻസേഷൻ നമുക്ക് പോസിബിൾ ആകുന്നത് ത്രൂ റെയർ എൻഡ് മാത്രമാണ്. അതേപോലെ ഡിലീഷൻ പോസിബിൾ ആകുന്നത് ഫ്രണ്ട് എൻഡ് വഴിയിലൂടെ മാത്രമാണ്. പക്ഷേ ഇവിടെ നമുക്ക് രണ്ട് എൻഡിലൂടെ എന്ത് പറ്റും? ഇൻസേഷനും ഡിലീഷനും പോസിബിൾ ആവും. ടു ടൈപ്സ് ഓഫ് double-ended queue. ഫസ്റ്റ് വൺ ഈസ് ഇൻപുട്ട് റെസ്ട്രിക്റ്റഡ് ഡി ക്യൂ ആൻഡ് ഔട്ട്പുട്ട് റെസ്ട്രിക്റ്റഡ് ഡി ക്യൂ. ഡി ക്യൂ മീൻസ് double-ended ക്യൂവിൻ്റെ ഷോർട്ട് ഫോമാണ് ഡി ക്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇൻപുട്ട് റെസ്ട്രിക്റ്റഡ് ഡി ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസേഷൻ ആൻഡ് ഡിലീഷൻ ഡൺ ത്രൂ ഓൺലി വൺ എൻഡ് ആൻഡ് ഡിലീഷൻ ത്രൂ ബോത്ത് എൻഡ്സ്. അതാണ് നമ്മൾ ഇൻപുട്ട് റെസ്ട്രിക്റ്റഡ് ഡി ക്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻസേഷൻ അതായത് ഇൻപുട്ട് റെസ്ട്രിക്റ്റഡ് ആണ്. ഇൻപുട്ട് വരുന്നത് റെസ്ട്രിക്റ്റ് ചെയ്തേക്കുവാണ്. ഇൻപുട്ട് നമുക്ക് ഒരു എൻഡിലൂടെ മാത്രമാണ് പോസിബിൾ ആവുള്ളൂ, പക്ഷേ ഡിലീഷൻ നമുക്ക് രണ്ട് എൻഡിലൂടെയും പോസിബിൾ ആവും. അപ്പോൾ അതിനൊരു ഫിഗറാണ് കാണിച്ചേക്കുന്നത്. ഇൻസേഷൻ ത്രൂ വൺ എൻഡ് ഓൺലി ആൻഡ് ഡിലീഷൻ ത്രൂ ബോത്ത് എൻഡ്സ്. ആ ടൈപ്പ് ഓഫ് ക്യൂവിനെയാണ് നമ്മൾ ഇൻപുട്ട് റെസ്ട്രിക്റ്റഡ് ഡി ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നേരെ ഓപ്പോസിറ്റാണ് ഔട്ട്പുട്ട് റെസ്ട്രിക്റ്റഡ് ഡി ക്യൂ. ഡിലീഷൻ ത്രൂ വൺ എൻഡ് ആൻഡ് ഇൻസേഷൻ ത്രൂ ബോത്ത് എൻഡ്സ്. അതാണ് ഔട്ട്പുട്ട് റെസ്ട്രിക്റ്റഡ് ഡി ക്യൂ. ഔട്ട്പുട്ട് റെസ്ട്രിക്റ്റഡ് ഡി ക്യൂവിന് എക്സാമ്പിൾ ഇൻസേഷൻ പോസിബിൾ ത്രൂ ബോത്ത് എൻഡ്സ് ബട്ട് ഡിലീഷൻ ഓൺലി ത്രൂ വൺ എൻഡ്. ഇനി നമുക്ക് ഡി ക്യൂ ഇല്ലാത്ത ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇൻസേർട്ട് ഇലമെൻറ്റ് അറ്റ് റെയർ എൻഡ്. ഓപ്പറേഷൻ ഈസ് ഇൻസേർട്ട് ഇലമെൻറ്റ് അറ്റ് ഫ്രണ്ട് എൻഡ്. തേർഡ് വൺ ഈസ് ഡിലീറ്റ് ഇലമെൻറ്റ് അറ്റ് റെയർ എൻഡ് ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ഡിലീറ്റ് ഇലമെൻറ്റ് ഫ്രം ഫ്രണ്ട് എൻഡ്. അതാണ് 4 ഓപ്പറേഷൻസ്. ഇതിനകത്ത് 2 ഓപ്പറേഷൻസ് ഡിലീഷൻ ത്രൂ ഫ്രണ്ട് എൻഡും ഇൻസേഷൻ ത്രൂ റെയർ എൻഡും നമ്മൾ ഓൾറെഡി ക്യൂവിനകത്ത് നോർമൽ ക്യൂവിൻ്റെ അൽഗോരിതത്തിൽ പഠിച്ചേക്കുന്നതാണ്. ബാക്കി എക്സ്ട്രാ വരുന്ന 2 പോർഷൻസേ ഉള്ളൂ. ഇൻസേഷൻ ത്രൂ ഫ്രണ്ട് എൻഡ് ആൻഡ് ഡിലീഷൻ ത്രൂ റെയർ എൻഡ്. ഇത് മാത്രമാണ് എക്സ്ട്രാ വരുന്ന അൽഗോരിതം. പക്ഷെ ഞാൻ ഒന്നുകൂടെ 4 അൽഗോരിതം എക്സ്പ്ലെയിൻ ചെയ്യാം വിത്ത് എക്സാമ്പിൾ. ഇൻസേഷൻ്റെ അൽഗോരിതമാണ് ഇൻസേഷൻ ത്രൂ റെയർ എൻഡ് ആണ്. അതായത് നമ്മൾ നോർമൽ ക്യൂവിൽ ചെയ്ത കൺസെപ്റ്റ് തന്നെയാണ് നമ്മളിവിടെയും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കൺസിഡർ ദിസ് എക്സാമ്പിൾ നോക്കുക. അപ്പോൾ ഇതിനകത്ത് ഫ്രണ്ട് പോയിൻ്റ് ചെയ്തേക്കുന്ന 1 എന്നുള്ള പൊസിഷനിലുള്ള ഇലമെൻറ്റിനെ, അതായത് ഫസ്റ്റ് ഇലമെൻറ്റിനെ ആയിരിക്കും റെയർ പോയിൻ്റ് ചെയ്തേക്കുന്ന ലാസ്റ്റ് ഇലമെൻറ്റിനെ ആയിരിക്കും. അതായത് ഇപ്പോൾ റെയറിൻ്റെ വാല്യൂ 2ഉം ഫ്രണ്ടിൻ്റെ വാല്യൂ 1ഉം ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി എനിക്കൊരു ഇലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെയറിൻ്റെ അവിടെ റെയർ മാക്സിമം എത്തിയെന്ന് നോക്കുക. അപ്പോൾ ഈ കേസിൽ ക്യൂവിൻ്റെ സൈസ് എന്ന് പറയുന്നത് 4 ആണ്. 0 1 2 3 ഇതാണ് ക്യൂവിൻ്റെ സൈസ്. ദെൻ ഇനി ഇപ്പോൾ നമ്മുടെ റെയറിൻ്റെ വാല്യൂ 2ൽ എത്തിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒരെണ്ണോടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമത്തിലല്ല എങ്കിൽ റെയറിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുക. റെയറിൻ്റെ വാല്യൂ 2 എന്നുള്ളത് 3 ആയി. ദെൻ ആ സ്പേസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഐറ്റത്തിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ചെയ്യാനുള്ള 2 സ്റ്റെപ്പാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. റെയറിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുക. ദെൻ എ ഓഫ് റെയർ ഈസ് ഈക്വൽ ടു ഐറ്റം. ഇനി ഇപ്പം നമ്മളൊരു പറയുകയാണ് ഒരു എക്സാമ്പിളിൽ, അതായത് എം ടി ആയിട്ടുള്ളൊരു ക്യൂ ആണെങ്കിൽ ഫ്രണ്ടിൻ്റെ വാല്യൂ റെയറിൻ്റെ വാല്യൂ -1 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു ഇലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യണം. എം ടി ക്യൂയിലേക്ക് ഒരു ഇലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ റെയറിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടുക. അപ്പോൾ റെയറിൻ്റെ വാല്യൂ -1 + 1 0 വന്നു. ദെൻ നമ്മൾ ഫ്രണ്ടിൻ്റെ വാല്യൂ -1ലാണ് ഇരിക്കുന്നത്, അത് മാറ്റണം. കാരണം ഫ്രണ്ട് -1 ആണെങ്കിൽ എം ടി എന്നാണ് അതിനർത്ഥം. അപ്പോൾ നമ്മളൊരു ഇലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഒരു ക്യൂ എം ടി അല്ല. സോ ഫ്രണ്ടിൻ്റെ വാല്യൂ -1 എന്നുള്ള മാറ്റി നമ്മൾ ഫസ്റ്റ് ഇലമെൻറ്റിലേക്ക് പോയിൻ്റ് ചെയ്യണം. ഫസ്റ്റ് ഇലമെൻറ്റ് സ്റ്റോർ ചെയ്തേക്കുന്നത് 0th പൊസിഷനിലാണെങ്കിൽ എഫിൻ്റെ വാല്യൂ എന്താക്കണം? -1 + 1, അതായത് 0 ആയിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 കണ്ടീഷൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇഫ് എഫ് ഈസ് ഈക്വൽ ടു -1 ആണെങ്കിൽ ഫ്രണ്ട് ഈക്വൽ ടു 0.
നിങ്ങൾക്ക് ഡൗട്ട് വരാം, റെയറിൻ്റെ വാല്യൂ -1 അല്ലേ ഒരു എം ടി കേസിലെന്ന്. അങ്ങനെയാണ്, പക്ഷെ നമ്മളിവിടെ റെയറിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ -1 +1 0 ആയിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഫ്രണ്ട് മാത്രം ചെക്ക് ചെയ്തേക്കുന്നത്. ദെൻ ഇത് ഈ ഇഫ് എന്ന് പറയുന്ന മാക്സിമം കണ്ടീഷനാണ്. അതായത് ഇപ്പോൾ റെയറിൻ്റെ വാല്യൂ -1 എത്തിയെങ്കിൽ നമുക്ക് പറയാം ക്യൂ ഈസ് ഫുൾ. അതായത് ഇപ്പോൾ ഇവിടെ നമ്മുടെ റെയറിൻ്റെ വാല്യൂ 3ലാണ് പോയിൻറ്റ് ചെയ്തേക്കുന്നതെങ്കിൽ മാക്സിമം സൈസ് ഈസ് ഈക്വൽ ടു 4 ആണ്. 4 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ഇപ്പോൾ റെയറിൻ്റെ വാല്യൂ 3ലാണ് എങ്കിൽ നമുക്ക് പറയാം ക്യൂ ഈസ് ഫുൾ. കാരണം ഇനി നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അല്ലാത്ത കേസിലാണ് നമുക്ക് ഇൻസേർഷൻ പോസിബിൾ ആവുള്ളൂ. അവിടെ തന്നെ 2 കേസസ് വരുന്നുണ്ട്. ഒന്ന് നോർമൽ കേസ്, അതായത് ഇങ്ങനെ വരുന്ന കേസ്, റെയറിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഐറ്റം ഇൻസേർട്ട് ചെയ്യുക. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് എം ടി ആയിട്ടുള്ളൊരു കേസ് വന്നാൽ ഫ്രണ്ടും റെയറും -1 ആണ്. അപ്പോൾ അത് രണ്ടും നമ്മൾ 0യിലേക്ക് എത്തിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, റെയറിലേക്ക് ഐറ്റം ഇൻസേർട്ട് ചെയ്യാൻ. അപ്പോൾ ഇത് നമ്മളിവിടെ നടക്കുന്ന ഇൻസേർഷൻ ത്രൂ റെയർ എൻഡ് ആണ്. അതുകൊണ്ടാണ് എ ഓഫ് റെയർ എന്ന് എഴുതിയത്. ഇനി ഇൻസേർഷൻ ത്രൂ ഫ്രണ്ട് ആയിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ എ ഓഫ് ഫ്രണ്ട് എന്നാണ് എഴുതേണ്ടത്. ഗുരുതം ഇൻസേർഷൻ ത്രൂ ഫ്രണ്ടാണ്. ഫ്രണ്ടിലൂടെ നമുക്ക് ഇൻസേർട്ട് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞായിരുന്നു, ഇൻസേർഷൻ എപ്പോഴും ഫ്രണ്ടിലൂടെ ആണെങ്കിൽ നമ്മൾ എ ഓഫ് ഫ്രണ്ട് ഈക്വൽ ടു ഐറ്റം എന്നേ എഴുതാവുള്ളൂ. ഇനി നമ്മളൊരു എക്സാമ്പിൾ നോക്കുക, എന്തൊക്കെ ചെയ്യണം. അപ്പോൾ ഇതാണ് നോർമൽ ഒരു ക്യൂവിൻ്റെ എലമെൻറ്റ്സ് എന്ന് വിചാരിക്കുക. അതായത് എഫ് എന്ന് പറയുന്നത് 1ലാണ് നിൽക്കുന്നത്. അതിനകത്തേക്ക് 8 ഓൾറെഡി ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ റെയർ നിൽക്കുന്നത് നമ്മൾ 2 എന്നുള്ള പൊസിഷനിലേക്കാണ്. എൻ്റെ എയിം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻസേർഷൻ ത്രൂ ഫ്രണ്ടാണ്. ഫ്രണ്ട് സൈഡിൽ ഇൻസേർട്ട് ചെയ്യുക. ഫ്രണ്ട് സൈഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഫ്രണ്ട് പോയിൻ്റ് ചെയ്തേക്കുന്ന 1ലാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് അതിൻ്റെ തൊട്ടടുത്ത പൊസിഷനിലേക്ക് വേണം ഇൻസേർട്ട് ചെയ്യാൻ. ഇനിയിപ്പോൾ ഇവിടെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ തന്നെയും ഇവിടെ അല്ല ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ എവിടെയാണോ ഫ്രണ്ട് നിൽക്കുന്നത് അതിൻ്റെ തൊട്ട് ബാക്കിലേക്ക് വേണം ഇൻസേർഷൻ ത്രൂ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ എൻറ്റർ ചെയ്യാൻ. ഇവിടെ ഒരു സ്പേസ് ഉണ്ടെങ്കിലും ഇവിടെ അല്ല എൻറ്റർ ചെയ്യേണ്ടത്, ഈ പ്ലേസിലായിരിക്കണം എൻറ്റർ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇപ്പം നിൽക്കുന്ന എഫിൻ്റെ വാല്യൂ ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യുക. എന്നിട്ട് ആ സ്പേസിലേക്ക് വേണം എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാൻ. ഓക്കെ, ഇപ്പം എഫിൻ്റെ വാല്യൂ 1 ആണ്. ആ എഫിൻ്റെ വാല്യൂ 0 ആക്കുക. 0 ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യുക. ദെൻ ആ പ്ലേസിലേക്ക് നമ്മുടെ ഐറ്റം ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ആ 2 സ്റ്റെപ്പാണ് നമ്മൾ ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ചെയ്ത് നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ ഒരു സ്പേസ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ ഇൻസേർട്ട് ചെയ്യാമായിരുന്നു. അങ്ങനെ ചെയ്ത് നമുക്ക് എവിടം വരെയാണ് പറ്റത്തുള്ളൂ, ഫ്രണ്ടിൻ്റെ വാല്യൂ ഈക്വൽ ടു 0 അല്ലെങ്കിൽ ലെസ് ദാൻ 0. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറ്റും, ഇൻസേർഷൻ പോസിബിൾ അല്ല. അതായത് ഇപ്പം ഈ ഒരു കേസിലേക്ക് ഇനി എനിക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് നോക്കുക. അതായത് ഫ്രണ്ടിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇൻസേർഷൻ പോസിബിൾ അല്ല. എന്ന് പറയുന്ന ഡിലീഷൻ ത്രൂ ഫ്രണ്ട് എൻഡ് വഴി എങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ക്യൂവിൻ്റെ അൽഗോരിതമായിട്ട് സെയിം ആണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു എലമെൻറ്റ് ഫ്രണ്ട് വഴി ഡിലീറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു ഫിഗർ വെച്ചിട്ട് വേണം അതിൻ്റെ അൽഗോരിതത്തിലേക്ക് പോകാൻ. അപ്പോൾ ഈ ഫിഗറിൽ ഇപ്പോൾ എന്താണ്, ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്യണം. അതായത് 0th എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യണം. 0 എന്നുള്ള പൊസിഷനിൽ കിടക്കുന്ന വാല്യൂ 9 ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫ്രണ്ടിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുക. ഈ ഐറ്റം ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഫ്രണ്ടിൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, ഇനി ഫ്രണ്ട് പോയിൻ്റ് ചെയ്യേണ്ടത് 1ലാണ്. അപ്പോൾ 1ലേക്കൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ഡിലീഷൻ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഫ്രണ്ടിൻ്റെ വാല്യൂ 0യിൽ നിന്നത് ഇപ്പോൾ ഫ്രണ്ടിൻ്റെ വാല്യൂ 1ലേക്ക് എത്തി. അതായത് ഫ്രണ്ടിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ എപ്പോഴും ഡിലീഷൻ്റെ കേസിൽ നിങ്ങൾ ഫിഗർ വരയ്ക്കുക. ഫിഗർ വെച്ചിട്ട് ഉള്ള സ്റ്റെപ്പ് നോക്കുക. അപ്പോൾ ഇവിടെ ഫസ്റ്റിൽ നമുക്ക് ഫ്രണ്ടിൻ്റെ ഈ ഒരു വാല്യൂ ആണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. ഡിലീറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് ഇതാണ്, ഐറ്റം ഈക്വൽ ടു എ ഓഫ് ഫ്രണ്ട്. ഇവിടെ നമ്മൾ ഫ്രണ്ട് വഴിയാണ് ഡിലീറ്റ് ചെയ്യണത്. എപ്പോഴും ഏത് ഇതിലൂടെയാണ് ഡിലീഷനും ഇൻസേർഷനും നടക്കണമെന്ന് നോക്കുക. ആ എൻഡ് ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ദെൻ എ ഓഫ് ഫ്രണ്ടിൽ കിടക്കുന്ന എന്താണോ, അതായത് ഇപ്പോൾ ഫസ്റ്റിൽ 0 ആണ് ഫ്രണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എ ഓഫ് 0യിൽ കിടക്കുന്ന 9 ആണ്. ആ 9 എടുത്ത് ഐറ്റത്തിലേക്ക് വയ്ക്കുക. ദെൻ നോർമൽ കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഫ്രണ്ടിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ എം ടി കണ്ടീഷനാണിത്. ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. അതാണ് ഈ കേസ്. ഇനി ഡിലീറ്റ് ചെയ്യാനൊന്നും അവിടെ എലമെൻ്റ് ഒന്നും ഇല്ല. അതാണ് ക്യൂസ് എം ടി എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് തന്നെ അപ്പം തന്നെ എക്സിറ്റ് ആവണം. ഫ്രണ്ടിൻ്റെ വാല്യൂ അല്ലെങ്കിൽ റെയറിൻ്റെ വാല്യൂ ഈക്വൽ ടു -1 ആണെങ്കിൽ നമുക്ക് പറയാം ക്യൂ ഇസ് എം ടി. ഇനി നമുക്ക് ഒരു കേസ് കൂടി ഉണ്ട്.
ഈ ഫ്രണ്ട് ഈക്വൽ ടു റെയർ, ഫ്രണ്ട് ഈക്വൽ ടു റെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഇലമെൻ്റ് ഉള്ളൊരു കേസാണ്. ഫ്രണ്ട് ഈക്വൽ ടു റെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ഇലമെൻ്റ് ഉള്ളൊരു കേസാണ് ഫ്രണ്ട് ഈക്വൽ ടു റെയർ. അപ്പോൾ അങ്ങനെ ഒരു സിംഗിൾ എലമെൻറ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചേക്കുന്നത്. ഫ്രണ്ടും റെയറും ഒരേ ഒരു പൊസിഷനിൽ നിൽക്കുന്നു, അതിനർത്ഥം അവിടെ ഒരൊറ്റ ഇലമെൻറ്റേ ഉള്ളൂ എന്നാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ഇലമെൻറ്റിനെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് വഴി ഡിലീറ്റ് ചെയ്തു. ഐറ്റം ഇസ് ഈക്വൽ ടു എ ഓഫ് ഫ്രണ്ട്. എ ഓഫ് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതാണ്? 8 ആണ്. അപ്പോൾ 8നെ നമ്മൾ ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക ഫ്രണ്ടും റെയറും ഒരു സെയിം പൊസിഷനിലാണോ. ആണെങ്കിൽ നമുക്ക് പറയാം ക്യൂ ഈസ് എം ടി. അതായത് ഈ 8 നമ്മൾ ഡിലീറ്റ് ചെയ്തു, ഇനി ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുക ഫ്രണ്ടും റെയറും ഒന്നാണോ, സെയിം പൊസിഷനിലാണോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഫ്രണ്ട് ഈക്വൽ ടു റെയർ ഈക്വൽ ടു -1. ദാറ്റ് ഈസ് എം ടി കണ്ടീഷൻ നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു പൊസിഷനിൽ നിൽക്കുകയാണ്, ഇതിപ്പോൾ 0 then 1 then 2. ഇപ്പോൾ 1ലാണ് ഈ ഫ്രണ്ടും റെയറും പോയിൻ്റ് ചെയ്തേക്കണമെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തില്ല എങ്കിൽ ഫ്രണ്ടിൻ്റെയും റെയറിൻ്റെയും വാല്യൂ 1 തന്നെയായിരിക്കും. പക്ഷെ അപ്പോൾ അടുത്ത കേസ് വരുമ്പോൾ ക്യൂ ഇസ് എം ടി എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. കാരണം നമ്മൾ ക്യൂ എം ടി ആവുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഫ്രണ്ടോ റെയറോ -1 വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫ്രണ്ടിൻ്റെ വാല്യൂ റെയറിൻ്റെ വാല്യൂ ഐറ്റം ഡിലീറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മളിത് ചെക്ക് ചെയ്യാൻ. അല്ലെങ്കിൽ ഈ ഐറ്റം നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് ഇവിടെ ആദ്യം ഐറ്റം ഇസ് ഈക്വൽ ടു എ ഓഫ് ഫ്രണ്ട് എന്ന് കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് ഐറ്റം ഡിലീറ്റ് ചെയ്യുക, ദെൻ നമ്മൾ ചെക്ക് ചെയ്യുക ഫ്രണ്ടും റെയറും ഈക്വൽ ആണോ എന്ന്. ആണെങ്കിൽ ഫ്രണ്ട് ഈക്വൽ ടു റെയർ ഈക്വൽ ടു -1. ഓക്കെ, ഇനി ബാക്കി എല്ലാ നോർമൽ കേസുകളുമാണ് ഈ ഫ്രണ്ടിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടണമായിട്ട് പറഞ്ഞേക്കുന്നത്. ഇതൊരു എക്സംഷൻ ലാസ്റ്റ് കേസാണ്. ആ ലാസ്റ്റ് കേസാണ് ഈ ഇഫിൽ എഴുതിയേക്കുന്നത്. നമുക്ക് ഒരു അൽഗോരിതം ഉണ്ട്, ഡിലീഷൻ ഫ്രം റെയർ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ അൽഗോരിതത്തിനകത്ത് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നോർമൽ ഒരു ക്യൂവിൻ്റെ പൊസിഷൻ എന്ന് വിചാരിക്കുക. ഫ്രണ്ടിൻ്റെ വാല്യൂ 0ലും റെയറിൻ്റെ വാല്യൂ 2ലുമാണ്. അപ്പോൾ എനിക്ക് ഡിലീറ്റ് ഫ്രം റെയറിൽ നിന്നാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ 10 ആണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നോർമലി എന്താ സംഭവിക്കുന്നത്? റെയർ എങ്ങോട്ട് പോയിൻറ്റ് ചെയ്യണം? 9ലേക്ക് പോയിൻറ്റ് ചെയ്യണം. റെയർ ഓൾവേസ് പോയിൻറ്റ്സ് ടു ദി ലാസ്റ്റ് എലമെൻറ്റ് ആൻഡ് ഫ്രണ്ട് പോയിൻറ്റ്സ് ടു ദി ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ദി ക്യൂ. സ്പേസിലേക്കല്ല, ഫസ്റ്റ് ഇലമെൻറ്റ് കണ്ടൻറ്റിലേക്കാണ് പോയിൻറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മളിവിടെ 10 ഡിലീറ്റ് ചെയ്താൽ അപ്പോൾ തന്നെ റെയറിൻ്റെ വാല്യൂ എങ്ങോട്ട് കൊണ്ടുവരണം? ഈ 9ലേക്ക് കൊണ്ടുവരണം. അതായത് റെയറിൻ്റെ വാല്യൂ 2 ആയിരുന്നു, എന്താക്കി മാറ്റണം? 1 ആക്കി മാറ്റണം. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഐറ്റം ഇസ് ഈക്വൽ ടു എ ഓഫ് റെയർ. എ മീൻസ് അറേയിലിരിക്കുന്ന റെയറിൻ്റെ വാല്യൂ, റെയർ മീൻസ് ഇവിടെ എന്താണ്? 2 ആണ്. അപ്പോൾ ഈ എ ഓഫ് 2ലിരിക്കുന്നത് നമ്മൾ ഐറ്റത്തിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചു, അതായത് ഡിലീറ്റ് ചെയ്തു എന്നാണ് അതിൻ്റെ മീനിങ്. ദെൻ നമ്മൾ നോർമലി ചെയ്യുന്നത് റെയർ ഈക്വൽ ടു റെയർ -1. നോർമൽ കേസിൽ റെയറിൻ്റെ വാല്യൂ എന്ത് ചെയ്യുക? ഒന്ന് കുറയ്ക്കുക. ഓക്കെ, ബാക്കിയെല്ലാം പ്രീവിയസ് അൽഗോരിതത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇഫ് റെയർ ഈസ് ഈക്വൽ ടു -1, ദാറ്റ് ഈസ് ഫ്രണ്ടെല്ലാം നമ്മളിവിടെ റെയറിന് വെച്ചിട്ടാണ് ചെയ്യുന്നതുകൊണ്ട് റെയറിന് എഴുതി, ഏതെഴുതിയാലും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ക്യൂ ഈസ് എം ടി ആണ്, cannot delete the item exit. ഓക്കെ, അല്ലാത്ത എല്ലാ കേസിലും നമുക്ക് ഐറ്റം ഡിലീറ്റ് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ റെയറിൻ്റെ വാല്യൂ -1 ആയിട്ട് സെറ്റ് ചെയ്യുക. ഒരു കേസിൽ മാത്രം, നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, ഫ്രണ്ടും റെയറും സെയിം പൊസിഷന് വരുവാണെങ്കിൽ ഐറ്റം ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഫ്രണ്ടിൻ്റെയും റെയറിൻ്റെയും വാല്യൂ -1 ആയിട്ട് സെറ്റ് ചെയ്യുക. എപ്പോഴും ഐറ്റം ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെക്ക് ചെയ്യുന്നത്, ഇത് രണ്ടും ഈക്വൽ ആണോ എന്ന്. അല്ലെങ്കിൽ നമ്മൾ ഐറ്റം ഡിലീറ്റ് ചെയ്യാതെ ചെയ്യുവാണെങ്കിൽ ഈ -1 ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ഐറ്റം ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയാണ് ഡബിൾ എൻഡഡ് ക്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കേട്ടോ. താങ്ക് യു.